ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. കൂട്ടുകാർക്ക് അറിയുന്നത് പോലെ തന്നെ പിന്നെയും CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരു ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുകയുണ്ടായി, ഈ അടുത്ത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട റൂളുകൾ എന്തെല്ലാമാണ് എന്നൊന്ന് നോട്ടിഫൈ ചെയ്യുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തിനു കാരണമായിട്ടുണ്ട്, രാജ്യത്ത് ഒന്നാകെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് അത് വഴിവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തലത്തിലേക്ക് കടക്കാതെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ എക്സാമുകളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി 4 കാര്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തെല്ലാമാണ് ഈ 4 കാര്യങ്ങൾ? ഒന്നാമത്തേത് എന്താണ് CAA എന്നതും CAAയുമായി നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് അതിലെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വരുന്നത്. 2019 പാസ്സാക്കിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ സെയിലിയൻ ഫീച്ചേഴ്സ് നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. ഇനി അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ് സിറ്റിസൺഷിപ്പ് എന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അത് വളരെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടാകും. അതിലൊന്ന് ILP അഥവാ ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതിയും അതുപോലെ തന്നെ 6th ഷെഡ്യൂൾ 6ാമത് ഷെഡ്യൂളിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഈ കാര്യങ്ങൾ, എങ്ങനെയാണ് CAAയും ഈ കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റിൻ്റെ ഒരു അമെൻമെൻറ്റിലൂടെ വന്നിട്ടുള്ള ഈ ഒരു ആക്ട് എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളെ ബാധിക്കുന്നത്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുകയുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയുണ്ടായി എന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കാം. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അമെൻമെൻ്റ് ഉണ്ടല്ലോ, അത് എന്തിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്? ദിസ് പെർട്ടിക്കുലർ ലെജിസ്ലേഷൻ അമെൻഡ്സ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. 1955 സിറ്റിസൺഷിപ്പ് ആക്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ലെജിസ്ലേഷൻ അമെൻഡ് ചെയ്യുന്നത്. അത് കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന വാക്ക് അവിടെ വരികയാണ് അല്ലേ, സിറ്റിസൺഷിപ്പ്. അപ്പോൾ നമുക്കറിയാം കൂട്ടുകാർക്ക്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ രാജ്യത്തുള്ള ആളുകളെ നമ്മൾ സിറ്റിസൺസ് എന്നുള്ള ഒരു ടാഗിനടിയിലേക്കും സിറ്റിസൺസ് എന്ന പേരിലും ഏലിയൻസ് എന്ന പേരിലുമാണ് നമ്മൾ തിരിക്കാറുള്ളത് അല്ലേ. ആരാണ് സിറ്റിസൺസ്? പൗരന്മാരാണ് സിറ്റിസൺസ് അല്ലേ. പൗരത്വമുള്ള, ഇന്ത്യൻ പൗരത്വമുള്ള ആളുകളാണ് സിറ്റിസൺസ്. അതല്ലാത്ത ആളുകൾ എങ്ങനെയാണ്? ഏലിയൻസ് എന്ന പേരിലാണ് നമ്മളവരെ വിളിക്കാറുള്ളത്. ആ കാര്യം കൂട്ടുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി ഇതുപോലെ തന്നെ കൂട്ടുകാർ കേട്ടിട്ടുള്ള മറ്റൊരു വാക്കുണ്ടാകും അല്ലേ. എന്താണത്? ഇമിഗ്രൻസ് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇമിഗ്രൻസ് അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഒരിടത്ത് നിന്ന് തങ്ങളുടേതായിട്ടുള്ള രാജ്യത്ത് നിന്ന് വിട്ടുപോയി മറ്റൊരു രാജ്യത്തിലേക്ക് എത്തുന്ന ആളുകളെയാണ് ഇമിഗ്രൻസ് എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ. ഇമിഗ്രൻസ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇമിഗ്രൻസ് എല്ലാ ആളുകളും മോശക്കാരാണോ, അല്ലെങ്കിൽ അവരെല്ലാവരും തെറ്റുകാരാണോ, അവരെല്ലാവരും പ്രശ്നക്കാരാണോ? അല്ല. കാരണം എന്താണ്? ഇമിഗ്രൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 2ആയിട്ട് തിരിക്കാറുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ലീഗൽ ഇമിഗ്രൻസ് തന്നെയാണ്. എന്താണ് ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പാസ്പോർട്ടും വിസയും എല്ലാം കയ്യിലുള്ള, കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിലൂടെ കടന്നു പോയിക്കൊണ്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകുന്ന ആളുകളാണ് ലീഗൽ ഇമിഗ്രൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൃത്യമായ ഡോക്യുമെൻറ്റുകളോട് കൂടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഇന്ത്യയിലേക്ക് അതുപോലെ ആളുകൾ വരാറുമുണ്ട്. ഇവർ ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ആണ്. ഇനി മറ്റൊരു കൂട്ടരെന്ത്? അതാരാണ്? അവരാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. ആരാണ്? ഇല്ലീഗൽ ഇമിഗ്രൻസ്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? അഭയാർത്ഥികളെ കാണാൻ സാധിക്കും. ആരെ കാണാൻ സാധിക്കും?
അഭയാർത്ഥികളെ കാണാൻ സാധിക്കും. ആരാണ് ഈ അഭയാർത്ഥികൾ? ഈ അഭയാർത്ഥികൾ അഭയം തേടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന ആളുകളാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടാകാം അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. യുദ്ധം അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് യുദ്ധം എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഗാസയിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരുപാട് അഭയാർത്ഥികളെ ഈ യുദ്ധങ്ങൾ ഒരുപാട് അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടും. സ്വന്തമായിട്ടുള്ള ഇടങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സമാധാനം തേടിയിട്ട് ഒരു ആശ്വാസം തേടി ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർസിക്യൂഷൻസ് നടക്കും, അല്ലേ? ഒരുപാട് ഇടങ്ങളിൽ എന്ത് നടക്കാറുണ്ട്? പെർസിക്യൂഷൻസ് നടക്കും. ഏറ്റവും വലിയ പെർസിക്യൂഷൻസ് ഉദാഹരണം എന്താണ്? ജ്യൂസിൻ്റെ തന്നെയായിരുന്നു, അല്ലേ? ജ്യൂസിൻ്റെ മുകളിലേക്ക് നടന്ന വലിയൊരു പെർസിക്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ മുകളിലേക്ക് നടന്നുള്ള പെർസിക്യൂഷൻ, ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? അവിടെ നിന്നും ആളുകൾ പല വിധത്തേക്ക് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകാനായിട്ട് കാരണമാകാറുണ്ട്. ഇനി അതുപോലെ ഇത്തരത്തിലുള്ള മനുഷ്യൻ ഡയറക്റ്റ്ലി ഇടപെടുന്ന കാരണങ്ങൾ കൂടാതെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്യാറുണ്ട്? വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലയിടങ്ങളും ഒരുപാട് ഇപ്പോൾ നമ്മളുടെ കസാക്കിസ്ഥാൻ്റെയും ഉസ്ബെക്കിസ്ഥാനിലുമായിട്ട് കിടക്കുന്ന നമ്മളുടെ അരൽ സീ ഉണ്ട്, അല്ലേ? അരൽ ലേക്ക്, അരൽ സീ എന്നാ പറയുക. അതൊരു വലിയൊരു തടാകമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിപ്പോൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വല്ലാത്ത രീതിയിലുള്ള ഉപയോഗം കാരണം. അപ്പോൾ അതെന്തിലേക്ക് നയിക്കുന്നുണ്ട്? അതിന് പരിസരത്തുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് മാറിപ്പോവുകയാണ് പല ആളുകളും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും എന്തിന് കാരണമാകാറുണ്ട്? ഈ രീതിയിൽ അഭയാർത്ഥികളെ സൃഷ്ടിക്കാൻ കാരണമാകാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരെന്തുണ്ട്? കയ്യിൽ രേഖകളൊന്നുമില്ലാതെ എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഈ അടുത്തായിട്ട് ഒരു തീരുമാനമെടുത്തു. അവർ തീരുമാനമെടുത്തത്, നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? പെർസെക്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്താണ് പെർസെക്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക വിഭാഗത്തിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ ഏതെങ്കിലും ഒരു പേരിൽ എന്ത് ചെയ്യുകയാണ്? തെരഞ്ഞു പിടിച്ചിട്ട് അവരെ എന്ത് ചെയ്യുകയാണ്? അവരെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുകയാണ്? അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് പെർസിക്യൂഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ജ്യൂസിനെതിരെ നടന്നത്, റോഹിംഗ്യൻ മുസ്ലിംസിനെതിരെ നടന്നത്, ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെർസിക്യൂഷൻസ് ആയിരുന്നു. ഗവൺമെൻറ് പറയുകയാണ്, നമ്മുടെ പരിസരത്തുള്ള 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട്: അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ. എന്താണ് ഇവയുടെ പ്രത്യേകത? ബംഗ്ലാദേശും അതുപോലെ തന്നെ പാകിസ്ഥാനും എന്തായിരുന്നു? നമ്മളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിരുന്നു. അതായത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യ എന്ന പണ്ടത്തെ ഒരു പേര് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും കൂടി ഉൾപ്പെടുത്തിയിരുന്ന ഭാഗങ്ങളായിരുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതോ? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കൾച്ചറലി ഭയങ്കര ബന്ധമുണ്ടായിരുന്നു എന്നുമാണ് ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഒരു അവകാശവാദം. അപ്പോൾ ഈ രീതിയിൽ ഈ 3 രാജ്യങ്ങളുടെയും ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത അവർ പറയുന്നത്, അവിടെയുള്ള മൈനോറിറ്റി, റിലീജിയസ് മൈനോറിറ്റി, ഇവരെ എന്താണെന്നാണ് പറയുന്നത്? അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസ്, മതപരമായിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 രാജ്യങ്ങളിലെയും മതപരമായ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാർസി വിഭാഗങ്ങളാണ്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും. ഈ വിഭാഗങ്ങളുണ്ടല്ലോ, ഈ ആളുകളുണ്ടല്ലോ, ഈ ആളുകളിലെ ഈ 5 മതവിഭാഗങ്ങളിലെ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? വന്നിട്ടുണ്ട് കുറേ ആളുകൾ. ഈ ആളുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്റ്റാണ് ഇവിടെ എന്ത് ചെയ്തത്? കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടും എന്താണ് വിവാദം എന്ന് ഓൾറെഡി അറിയുമായിരിക്കും. ഈ പ്രധാന മതവിഭാഗങ്ങളിൽ പെടാത്ത ഒരേ ഒരു മതവിഭാഗം ഏതാണ്? മുസ്ലിം മതവിഭാഗമായിരുന്നു, അല്ലേ? അപ്പോൾ ഗവൺമെൻറ് ഇതിന് പറയുന്നൊരു കാരണം എന്താണ്? ഈ 3 രാജ്യങ്ങളിലും മുസ്ലിം മതവിഭാഗം എന്ന് പറയുന്നത് ആണ് അവിടുത്തെ ഈ 3 ഇടങ്ങളിലും ഒരു സ്റ്റേറ്റ് റിലീജിയൻ പോലെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒഫീഷ്യലി ചിലയിടങ്ങളിൽ അൺഒഫീഷ്യൽ എന്ന രീതിയിൽ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഗവൺമെൻറ് പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടങ്ങളിൽ ഈ ബാക്കി ആയിട്ടുള്ള ഈ ഒരു ബാക്കി പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ സോക്കോൾഡ് ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാർസി വിഭാഗങ്ങൾ ബംഗ്ലാദേശ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും, അല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, അവിടുത്തെ ഈ സോക്കോൾഡ് ബാക്കിയുള്ള റിലീജിയസ് മൈനോറിറ്റിയുടെ എണ്ണം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എത്രത്തോളമായിരുന്നു, അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതുകൊണ്ട് ഈ ആളുകൾ അവിടെ തുടർച്ചയായിട്ട് അവരെ എന്താണ് മതം മാറ്റുകയും അതിൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ട് എന്താണ് വിവാഹം കഴിപ്പിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഈ പറയുന്ന മതവിഭാഗങ്ങൾക്ക് നമ്മളൊരു എന്ത് കൊടുക്കണം, അഭയം കൊടുക്കണം എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. ഇതിനെതിരെ പല ആളുകളും കോടതിയെ സമീപിക്കുന്നുണ്ട്. ആ കേസുകളും മറ്റും എന്ത് ചെയ്യുകയാണ്, വരാൻ പോകുന്ന ഡേറ്റുകളിൽ കോടതി പരിഗണിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടി ഞാൻ ജസ്റ്റ് കൂട്ടുകാർക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളിനി കിടക്കുന്നത് എന്താണ്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കാണ്. കാരണം നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിലെ ചില ടെക്നിക്കൽ ഭാഗങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്നാമതായിട്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള വരുത്തിയിട്ടുള്ള മാറ്റം എന്താ അറിയുമോ കൂട്ടുകാർക്ക്? അത് കൂട്ടുകാരെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ അവർക്ക് നാച്ചുറലൈസേഷൻ വഴിക്കും മറ്റും അവർക്ക് എന്താണ് സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ 14 വർഷത്തിൻ്റെ ഉള്ളിൽ 11 വർഷം എവിടെ ഉണ്ടായിരുന്നിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? കഴിഞ്ഞ 14 വർഷം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 11 വർഷം സമയം അവരെവിടെ ഉണ്ടായിരുന്നിരിക്കണം, ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 12 മന്ത്സ് അവർ തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ 11 വർഷം എന്ന് പറയുന്നത് എന്തല്ല, തുടർച്ചയായിട്ട് ഇവിടെ വേണമെന്നില്ല. അതിനിടയ്ക്ക് അവരെങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയിട്ട് പിന്നെയും ഇന്ത്യയിലേക്ക് വരികയൊക്കെ ചെയ്യാം കഴിഞ്ഞ 14 വർഷത്തിൻ്റെ ഇടയിൽ. പക്ഷേ ലാസ്റ്റ് 12 മന്ത്സ് അവരെന്താണ്, തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇങ്ങനെയാണ് സാധാരണ നിയമം. ഈ 11 വർഷം, ഈ നിയമത്തിൽ ഈ 11 വർഷം എന്നുള്ളത് അവരെന്താക്കി കുറച്ചു കൊടുത്തു, അവർക്ക് 6 വർഷമാക്കിയിട്ട് കുറച്ചു കൊടുത്തു. ഇതാണ് അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നിയമം കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിച്ച് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നത് 55-ലെ എന്താണ് ആ ഒരു നമ്മളുടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇല്ലീഗൽ മൈഗ്രൻസ് സാധാരണഗതിയിൽ എന്താണ്, ഇല്ലീഗൽ മൈഗ്രൻസ് ദേ ആർ പ്രൊഹിബിറ്റഡ് ഫ്രം അക്വയറിങ് സിറ്റിസൺഷിപ്പ്. സാധാരണഗതിയിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ നമ്മൾ എന്ത് ചെയ്യും, അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സാധാരണ പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്യും, അവരെ എടുത്ത് മാറ്റും. എന്നിട്ട് ഡിറ്റൻഷൻ സെൻറ്ററുകൾ പോലെയുള്ള വേറെ എവിടെയെങ്കിലേക്ക് മാറ്റും. അവർ വന്ന രാജ്യത്തിലേക്ക് നമുക്ക് എന്താ പറയുക, ഇവരെ മൈഗ്രൻസിനെ തിരിച്ചയക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്താണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, CAA, നമ്മളുടെ ഈ പുതിയ CAAയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എ ഫോറിനർ ഹു എൻറ്റേഴ്സ് ഇന്ത്യ വിത്തൗട്ട് വാലിഡ് ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ പാസ്പോർട്ട്, വിസ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെ ഉള്ളിലേക്ക് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ സമ്മൺ ഹു ഓവർ സ്റ്റേസ് ബിയോണ്ട് അലൗഡ് പീരിയഡ്. ചിലപ്പോൾ ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷേ വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ എത്രയായിരിക്കും, 6 മാസത്തേക്കായിരിക്കും. 6 മാസം കഴിഞ്ഞാലും പോകാതെ എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് എവിടേക്കെങ്കിലേക്കും അദ്ദേഹം മുങ്ങുകയും പിന്നീട് എന്ത് ചെയ്യും, എവിടെയെങ്കിലൊക്കെ ജീവിക്കുകയും ചെയ്യും. ഇവരിൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ രാജ്യത്തെ എന്താണ് പ്രശ്നങ്ങൾ കാരണം ഒരു തൊഴിൽ തേടി വരുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഇവരെന്ന് വെച്ചത് എന്താണ്, ഇവർ കണക്കിൽപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇവരെന്തിൽ പെടുന്നില്ല, കണക്കിൽപ്പെടുന്നില്ല. നമുക്കിപ്പോൾ രാജ്യത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് റിസോഴ്സുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകൾ ആരെല്ലാമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നാഷണൽ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്ലാനിങ്ങിൻ്റെയൊക്കെ എന്താണ് ഭാഗമാണ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് പറയുന്നതിനെ CAA എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് പെനാൽറ്റികളുണ്ട്. ചില ആളുകൾക്ക് എന്താണ്, പിഴ ശിക്ഷകളുണ്ട്. അതെന്തൊക്കെയാണ്? പിഴ ശിക്ഷകളെന്നല്ല, പെനാൽറ്റി ശിക്ഷകളുണ്ട്. ഇത് 2 പ്രധാനപ്പെട്ട നിയമങ്ങൾക്കടിയിലാണ്. 946-ലെ ഫോറിനേഴ്സ് ആക്ടിനടിയിലും 920-ലെ പാസ്പോർട്ട് ആക്ടിനടിയിലുമാണ് ഇവർക്കുള്ള ശിക്ഷകൾ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ CAAയുടെ ഈ പുതിയ നിയമത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ആ ഒരു പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ആ മതവിഭാഗങ്ങൾക്ക്, അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ആ മതവിഭാഗങ്ങളിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഈ ആക്ടുകൾ മൂലമുള്ള ശിക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ രീതിയിൽ, അതായത് പെർസിക്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ വന്നു എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഡേറ്റിന് മുന്നിൽ എവിടേക്ക് എത്തി എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഫോറിനേഴ്സ് ആക്ട് അതുപോലെ തന്നെ പാസ്പോർട്ട് ആക്ട് എന്നിവയിലൂടെ വരുന്ന ഇത്തരം പെനാൽറ്റികൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇനി CAAയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സെപ്ഷൻസ് എന്ന് നമുക്കൊന്ന് വെറുതെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്? ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈന, പാർസി, ക്രിസ്ത്യൻ
ഇങ്ങനെ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിറ്റിസൺഷിപ്പിൻ്റെ അക്വയറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു എക്സംഷൻ കൊടുക്കുന്നത്. എന്താണ് എക്സംഷൻ ഉണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നേരത്തെ 11 വർഷം കാത്തിരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ, 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം എന്നായിരുന്നു നേരത്തെ എന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് എത്ര വർഷത്തേക്ക് ആക്കി മാറ്റി കുറച്ചു കൊടുത്തു, 6 ഇയേഴ്സിലേക്ക് ആക്കിയിട്ട് കുറച്ചു കൊടുത്തു. ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ വിഭാഗങ്ങൾ എവിടെ നിന്ന് വരുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇനി ഒരു ഡേറ്റ് ഇവർ പറയുന്നുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പ്രത്യേക കാരണം ഇന്ന ഡേറ്റിന് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഏത് ഡേറ്റിന് മുന്നേ വന്ന ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ഏത് ഡേറ്റിന് മുന്നേ ആണ്, ഡിസംബർ 31, 2014. അപ്പോൾ ഡിസംബർ 31, 2014 കഴിഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് പെർസിക്യൂഷൻസ് ഒക്കെ നിന്നോ എന്നാണ് എന്ത് ചെയ്യുന്നത്, വേറൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. എന്താണ് ഗവൺമെൻറ് പറയുന്നത്, ഒരു സർട്ടൺ ഡേറ്റ് വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കണക്കുകൾ എടുക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് വന്ന ആളുകൾ, ഒരു എമൗണ്ടിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന കാരണവും അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഡേറ്റ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ CAAയിലെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡിസംബർ 31, 2014 മുമ്പായിട്ട് ഈ 3 രാജ്യങ്ങളിൽ നിന്നും, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും റിലീജിയസ് മൈനോറിറ്റികളായിട്ടുള്ള ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാർസി ആൻഡ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാനായിട്ട് എന്ത് തീരുമാനിച്ചിരിക്കുന്നു, CAA തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടുകാർ ആലോചിക്കുക. CAA എതിർക്കുന്നത് എന്ന് പറയുന്നത് ഓപ്പോസിഷൻ പാർട്ടികൾ മാത്രമല്ല, വേറെയും എന്താണ്, ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എവിടെയാണ്, നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ആളുകൾ. എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഇത്രയധികം പ്രശ്നങ്ങളുള്ളത്? അതായത് നിങ്ങൾക്കറിയാം, നമ്മളുടെ സിലിഗുരി കോറിഡോർ കഴിഞ്ഞിട്ട് നമ്മളുടെ അരുണാചൽ പ്രദേശം ആ ഭാഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങൾ കൂട്ടുകാർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബംഗ്ലാദേശ് കിടക്കുന്നുണ്ട് അല്ലേ, ഇവിടെ മ്യാൻമാർ കിടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 2 ഇടങ്ങളിൽ നിന്നും പണ്ട് മുതൽ തന്നെ എന്തുണ്ട്, ധാരാളം ആളുകൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്, ഇവിടുത്തെ ഈ സംസ്ഥാനങ്ങളിലെ ആളുകളുടെ കൾച്ചറിനെ അത് ബാധിക്കുന്നുണ്ട്, അവരുടെ ജോലി സാധ്യതകളെ അത് ബാധിക്കുന്നുണ്ട്, അവരുടെ സുരക്ഷിതത്വത്തിനെ അത് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംസ്ഥാനങ്ങളിലെ ആളുകൾ വളരെ പണ്ട് മുതൽ, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, വളരെ പണ്ട് നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ സമയത്തൊക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം ഒരു ആസാം അക്കോഡൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആസാം അക്കോഡ് എന്ന് പറയും. 1985 ഒരു ആസാം അക്കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഒപ്പിടുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് എന്തായിരുന്നു ആസാം അക്കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് ഡേറ്റുകൾ തീരുമാനിക്കുകയായിരുന്നു. 1965 സമയത്തിന് ശേഷം വരുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കില്ല, ചില ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുക്കില്ല, 10 വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ. 1971 മാർച്ചിന് ശേഷം വരുന്ന ആളുകൾക്ക്, യുദ്ധം നടന്നില്ലേ, യുദ്ധത്തിൻ്റെ ആരംഭം, ബംഗ്ലാദേശ് ലിബറേഷൻ പറഞ്ഞ ആ സമയം 1971 മാർച്ചിൽ, അതായത് ഈ എക്സോഡസ് ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം അത് ആളുകൾ ഒരുപാട്, പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ കടുത്ത കലാപം എന്താ പറയുക, അവിടുത്തെ എതിർത്ത ആളുകൾക്കെതിരെ അഴിച്ചുവിടുകയും മനുഷ്യത്വഹീനമായ പ്രവർത്തികൾ ചെയ്യുകയും തുടങ്ങിയ സമയത്ത് അവിടങ്ങളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക്, നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്കൊക്കെ ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് യുദ്ധം എന്ത് ചെയ്യുന്നത്, ഇന്ത്യ മുൻകൈ എടുത്തിട്ടത് വളരെ കാര്യമായ രീതിയിലേക്ക് ഓപ്പണായിട്ട് തുടങ്ങാനുള്ള കാരണം ഈ ഒരു അഭയാർത്ഥി പ്രവാഹമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമുണ്ടല്ലോ, 1971 മാർച്ച്, ഈ സമയത്തിന് മുമ്പ് വന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിറ്റിസൺഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആസാം അക്കോഡ് പ്രകാരം നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു വിവാദമായി. അപ്പോൾ പിന്നെന്താണ് ഡിസംബർ 31, 2014 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നായി ആരുടെ ചോദ്യം, ഇവിടുത്തെ ആളുകളുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിലുള്ള കോംപ്ലിക്കേഷൻസ് എവിടെയുണ്ട്, CAAയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞു ചില ഇടങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എവിടേക്കാണ്, ചില എന്താ പറയുക, ട്രൈബൽ ഏരിയകളുണ്ട് അല്ലേ, ട്രൈബൽ ഏരിയകളുടെ ഉള്ളിലുള്ള ഭരണത്തിന് വേണ്ടിയിട്ട്, ആ ഭരണം കുറച്ച് പ്രത്യേകതയാർന്ന ഭരണങ്ങളാകണമെന്ന് പറഞ്ഞിട്ട് ചില ട്രൈബൽ ഏരിയകൾ 6th ഷെഡ്യൂളിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഏരിയകൾ 6ാമത് ഷെഡ്യൂളിൽ നമ്മൾ സ്പെഷ്യൽ ട്രൈബൽ ഏരിയകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ CAAയുടെ പെർവ്യൂവിന് പുറത്തായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്ത് അപ്ലിക്കബിൾ ആവില്ല, CAA അപ്ലിക്കബിൾ ആവില്ല. അതുപോലെ തന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് ലഭിച്ചിട്ടുള്ള, ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിലുള്ള ചില ഏരിയകളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളും CAAയുടെ പെർവ്യൂവിന് പുറത്തായിരിക്കുമെന്ന് ഗവൺമെൻറ് പറയുകയുണ്ടായി. അടിസ്ഥാനപരമായിട്ട് നോർത്ത് ഈസ്റ്റിലെ ചില പ്രധാനപ്പെട്ട ഇടങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ
എന്ത് ചെയ്യുന്നത് CAA പുറത്തേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതെന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ CAA എന്ന് പറയുന്ന ഈ രീതിയിലൂടെ ഇങ്ങനെ വന്നിട്ടുള്ള ആളുകൾ എവിടെ ഈ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഈ രീതിയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല എന്നർത്ഥം. അതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുക എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നോക്കേണ്ടത്. കാരണം ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പരാതി പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ പുറത്തുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഇവിടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ CAAയിലൂടെ ഈ രീതിയിൽ ആളുകളെ എടുക്കില്ല എന്നാണ് ആര് പറയുന്നത്, ഇവർ പറയുന്നത്. കാരണം അവിടെ ഏത് മതം എന്ന് അവിടുത്തെ ആളുകൾക്ക് എന്താണ്, അത് സെക്കൻഡറി ആണ്. ആരും ഇവിടേക്ക് വരണ്ട എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. കാരണം നമുക്ക് തന്നെ ഇവിടെ എന്താണ് സ്ഥലമില്ലെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ CAAയുമായി ബന്ധപ്പെട്ട ചില എക്സംഷൻസ് മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇന്നർ ലൈൻ പെർമിറ്റ് ആണ് അല്ലേ, മറ്റൊന്ന് ഏതാണ്, 6th ഷെഡ്യൂളുമാണ്. അപ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് ആദ്യം എന്ത് ചെയ്യുക കൂട്ടുകാരെന്ന് മനസ്സിലാക്കുക. ഇന്നർ ലൈൻ പെർമിറ്റ് നിലവിലുള്ളത് 4 സംസ്ഥാനങ്ങളിലാണ്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിലായിരുന്നു അത് നിലവിലുണ്ടായിരുന്നത്. ശേഷം മണിപ്പൂരിൽ കൂടി 2019 എന്ത് ചെയ്യുകയാണ്, അത് വരികയാണ്. അങ്ങനെ 3 ഇപ്പോൾ 4 ഈ സംസ്ഥാനങ്ങളിൽ ഇന്നർ ലൈൻ പെർമിറ്റ് നമുക്ക് ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ അടുത്ത് മേഘാലയ എന്ത് ചെയ്യുകയുണ്ടായിരുന്നു, മേഘാലയ അതിനോട്, അതായത് മണിപ്പൂരിനെ ഇതിനുള്ളിലേക്ക് ഉൾപ്പെടുത്തിയ സമയത്ത് മേഘാലയ എന്ത് ചെയ്തു, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, നമ്മളെയും ഇന്നർ ലൈൻ പെർമിറ്റിനുള്ളിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇന്നർ ലൈൻ പെർമിറ്റ്? വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഇന്നർ ലൈൻ പെർമിറ്റ് ഉള്ള ഈ സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുകയോ അവിടെ താമസിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിലൂടെ എന്ത് ചെയ്യണം, അവർ അതിനുള്ള ഇവിടങ്ങളിലേക്ക്, ഈ സംസ്ഥാനങ്ങളിലേക്ക് വരാനുള്ള പെർമിഷൻ അവർ വാങ്ങിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ ഇവിടങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാനോ അവിടെ സ്റ്റേ ചെയ്യാനോ ഇവർക്ക് അവകാശമില്ല. പിടിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് കൂട്ടുകാരെ മനസ്സിലാക്കുക. ഇനി ഈ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന പേര് പുതിയ പേരാണ്. പണ്ട് എന്തായിരുന്നു, രീതി എന്താണ്, ഈ അടുത്തായിട്ട് നമ്മൾ പുഷ് ചെയ്താണെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു. ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന രീതി തുടങ്ങുന്നത് എപ്പോഴാണ്? അത് 1873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ടിലൂടെയാണ്. എന്താണ്? ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ടിലൂടെയായിരുന്നു. അന്ന് ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ എന്ന് വെച്ചാൽ എന്താണ്, കിഴക്കൻ ഫ്രണ്ടിയർ. ആ ഭാഗം ഏതാണ്, ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയ ആണ്. ഇവിടേക്കുള്ള എന്താ പറയുന്നത്, ഇവിടുത്തെ ആളുകളുടെ പ്രവാഹം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അന്നേ എന്താണ് തീരുമാനമെടുത്തതായിരുന്നു ബ്രിട്ടീഷുകാർ. അവർക്ക് അവരുടേതായിട്ടുള്ള മറ്റുദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ 873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ട് എന്ന പേരിലാണ് ILP ഇന്നർ ലൈൻ പെർമിറ്റ് തുടങ്ങുന്നത് എന്ന കാര്യം കൂട്ടുകാരെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എവിടേക്കാണ് ഇപ്പോൾ ഉള്ളത്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നു. മണിപ്പൂരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള ഭാഗങ്ങൾ മനസ്സിലായല്ലോ, ഇന്നർ ലൈൻ പെർമിറ്റുള്ള ഭാഗങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. കൃത്യമായിട്ട് മാപ്പ് കൂടി നോക്കിയിട്ടൊന്ന് ഉറപ്പിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ പോകുന്നത് എവിടേക്കാണ്? 6th ഷെഡ്യൂളിലേക്കാണ്. എന്താണ് 6th ഷെഡ്യൂൾ? 6th ഷെഡ്യൂളിൻ്റെ ഉദ്ദേശം എന്താണ്? 6th ഷെഡ്യൂൾ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? ഭരണം നടത്താൻ വേണ്ടിയിട്ട്. ആരുടെ ഭരണം നടത്താൻ? ട്രൈബൽ ഏരിയാസിലെ ഭരണം നടത്താൻ. എവിടത്തെ ട്രൈബൽ ഏരിയാസ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിങ്ങനെയുള്ള 4 സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയകളുണ്ട്. ഈ ട്രൈബൽ ഏരിയകൾക്ക് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകതകൾ? അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. അവർക്ക് അവരവരുടേതായിട്ടുള്ള എന്ത് നിലവിലുണ്ട്? കസ്റ്റംസ് ചിലത് നിലവിലുണ്ട്. അവരുടെ രീതിയിൽ ആചാര രീതികൾ പലതും നിലവിലുണ്ട്. അവരുടെ സാമ്പത്തികമായിട്ട് അത്തരത്തിലുള്ള പല രീതിയിൽ നോക്കുന്ന സമയത്ത് ആ ഇടങ്ങൾ ചില പ്രത്യേകതയാർന്ന ഇടങ്ങളാണ്. അവരുടെ ജീവിത രീതികളെക്കുറിച്ച് എന്താ പറയുക, പ്രത്യേകതയുള്ള ജീവിത രീതികളാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഭരിക്കാൻ വെറുതെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് അവിടെ അങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിലെ ലെജിസ്ലേഷൻസ്, നമ്മൾ ഉണ്ടാക്കുന്ന ലെജിസ്ലേഷൻസ് അതുപോലെ അവരുടെ മേലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, വ്യത്യസ്തമായ ജീവിത രീതികൾ പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്? ഇവിടുത്തെ ആളുകളെ അവരുടെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രത്യേക രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഇവിടങ്ങളിലെ ഏരിയകളെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് കൃത്യമായിട്ട്? ഇനി ആരാണ് ഇങ്ങനെ ഒരു ഉൾപ്പെടുത്തലിനുള്ള ഒരു ശുപാർശ കൊടുക്കുന്നത്? ആ ശുപാർശ കൊടുക്കുന്ന കമ്മിറ്റിയുടെ പേര് ബർദോളോയ് കമ്മിറ്റി എന്നാണ്. ഏതാണ്? ബർദോളോയ് കമ്മിറ്റി എന്നാണ്. ആർട്ടിക്കിൾ 244(2)ലും 275(1)ലുമാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഇവിടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ആർട്ടിക്കിളുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 ഇടങ്ങളെക്കുറിച്ചുമുള്ള ഇവിടുത്തെ ഭരണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇവിടങ്ങളിലേക്ക് എന്താ ഉള്ളത് അറിയോ കൂട്ടുകാർക്ക്? ദേ ഹാവ് ലിമിറ്റഡ് ഓട്ടോണമി. ഇപ്പോൾ ഇതിലെ ഒരു സംസ്ഥാനത്തിൽ എന്താ പറയുക, സംസ്ഥാനത്തിലെ ഒരു ഭാഗത്ത് എന്തുണ്ട്? ഈ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള, അതായത് ഇത് ഒരു ലിമിറ്റഡ് ഓട്ടോണമിയുള്ള ഏരിയ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് 6th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ
ഇതാണ് ആ ഭാഗം, ഈ സംസ്ഥാനത്തിലെ ഭാഗം ഇതാണ് എന്ന് കൂട്ടുകാരെ വിചാരിക്കൂ. ഈ ഭാഗത്ത് എന്തായിരിക്കും, ഈ ഭാഗത്ത് അവർക്ക് അവരവരുടേതായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റും ഇവരും തമ്മിൽ എന്താണ് സാധാരണ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയുണ്ട്, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ മണ്ഡലമുണ്ടെന്ന് വിചാരിക്കൂ. ആലത്തൂരിന് സെപ്പറേറ്റ് ആയിട്ട് കേരളത്തിലെ മറ്റിടങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടൊരു നിയമം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, അവിടുത്തെ ലോക്കൽ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റേറ്റാണ് നിയമം ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് എന്താ പറയുക ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ കനാലിലെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഏരിയകൾക്ക്, ഇത്തരത്തിലുള്ള 6th ഷെഡ്യൂളിൽ പെട്ടിട്ടുള്ള കൗൺസിലുകൾക്ക്, ഏരിയകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും. അതായത് അവിടെ എന്ത് നിലവിലുണ്ട്, അവിടെ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളുണ്ട്. എന്താണ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളുണ്ട്. ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊരു സെമി ഓട്ടോണമി ഉണ്ട്. കംപ്ലീറ്റ്ലി അവർ ഫുൾ സ്വതന്ത്രമാണെന്നല്ല പറയുന്നത്, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓട്ടോണമി അവർക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരവരുടേതായിട്ടുള്ള കൾച്ചറൽ, അവരവരുടേതായിട്ടുള്ള ജീവിത രീതി, അവരവരുടേതായിട്ടുള്ള സംസ്കാരം, അവരവരുടേതായിട്ടുള്ള വിശ്വാസം, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഭൂമിയുടെ ഉപയോഗ രീതി, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനാണ് എന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഇടങ്ങളിൽ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് കൂട്ടുകാരെ, ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ഉള്ളിൽ, ഈ സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്, അടിസ്ഥാനപരമായിട്ട് ചില ഇത്തരത്തിലുള്ള കൗൺസിലുകളുണ്ട്. ഈ അടുത്ത് ലഡാക്കിലെ ആളുകൾ ഭയങ്കരമായിട്ട് എന്താണ് മാർച്ച് ചെയ്യുന്ന കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ലഡാക്ക് പറയുന്നത് ഞങ്ങളെയും 6th ഷെഡ്യൂളിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഞങ്ങളെയും 6th ഷെഡ്യൂളിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് ലഡാക്ക് പറയുന്നത്. കാരണം എന്താ, അവർക്കും എന്താണ് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയാർന്ന രീതിയുണ്ട്. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ അവകാശങ്ങൾ വേണമെന്നാണ് ലഡാക്ക് ആവശ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലഡാക്കും ഇങ്ങനെ ആവശ്യപ്പെടുന്നത് കാരണം 6th ഷെഡ്യൂൾ എഗെയിൻ ന്യൂസിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചോദ്യങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞതാണ്. ഇനി 6th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയോ? ഈ 6th ഷെഡ്യൂളിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടല്ലോ, അതുമായി 6th ഷെഡ്യൂൾ പ്രകാരം കണ്ട നമ്മൾ പറഞ്ഞില്ലേ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞില്ലേ, ആ രീതിയിലുള്ള ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളുള്ള ചില ഏരിയകളാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. എന്താണ് ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഓട്ടോണോമസ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്, ഒരു സർട്ടൺ ലെവൽ ഓഫ് ഫ്രീഡം അല്ലേ, കുറച്ച് എന്താണ് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതാണ് ഓട്ടോണോമസിൻ്റെ അർത്ഥം. അപ്പോൾ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുടെ കാര്യങ്ങൾ നോക്കി നടത്താനാണ് ആരുള്ളത്, ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളിൽ കൗൺസിലുകളുള്ളത്. ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളിൽ കൗൺസിലുകളുണ്ട്. ഇനി വേറൊരു പ്രത്യേകത എന്താ അറിയോ കൂട്ടുകാർക്ക്, ചില സമയത്ത് ഈ ഓട്ടോണോമസ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലോ, ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്, ഞാനിനി AD എന്ന് എഴുതിയ എന്താ അർത്ഥം, ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റ്, അതായത് ഇത്തിരി സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനത്തിനുള്ള ഡിസ്ട്രിക്റ്റ്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രൈബുകൾ ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ ട്രൈബ്സ് ഉണ്ടാകും. അപ്പോൾ ഇവരുടെ രീതികൾ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്താ ചെയ്യുക, ഈ ഡിസ്ട്രിക്റ്റിനെ, ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റിനെ പല റീജിയനുകളായി ഓട്ടോണോമസ് റീജിയൻസ് ആക്കി തിരിക്കും. റീജിയൻ A ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാകും, റീജിയൻ B ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവയ്ക്ക് എന്താണ്, ഓട്ടോണോമസ് റീജിയൻസ് എന്ന് നമ്മൾ ഇവയെ വിളിക്കും. അപ്പോൾ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റിൽ പല ട്രൈബുകളുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ട്രൈബുകൾക്ക് കൃത്യമായിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന രീതിയിൽ പല റീജിയനായിട്ട് തിരിക്കും. അവയെ ഓട്ടോണോമസ് റീജിയനുകൾ എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റിലെ കാര്യം നോക്കാൻ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ഉള്ളതുപോലെ തന്നെ ഈ ഓട്ടോണോമസ് റീജിയനിലെ കാര്യങ്ങൾ നോക്കാൻ ഓട്ടോണോമസ് റീജിയണൽ കൗൺസിലുകളുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എങ്ങനെയാണ്, അതായത് ജില്ലാ പഞ്ചായത്തിനെ എന്താണ്, അതിൻ്റെ താഴെ ബ്ലോക്ക് പഞ്ചായത്തായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിനെ ഗ്രാമപഞ്ചായത്തായിട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ, അത്ര തന്നെയുള്ളൂ ഇവിടെയും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ഓട്ടോണോമസ് റീജിയണൽ കൗൺസിൽ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി കൂട്ടുകാർ എന്താണിത് എന്ന് ആലോചിക്കരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കണം. ഇനി അപ്പോൾ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചു, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളിൽ കൗൺസിലുകളുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ട്രൈബുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പല റീജിയനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അവിടെ നോക്കാൻ റീജിയണൽ കൗൺസിലുകളുണ്ട്. എല്ലാമായി അല്ലേ? അപ്പോൾ കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ, ഇവരപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഒരു നിയമസഭ ഉണ്ടാവില്ലേ, നമുക്കിപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയുണ്ട്. ഈ രീതിയിൽ ഇവിടെയും ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവുമല്ലോ. ആ എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിന് പുറത്താണോ അവർ,
ആ എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിന് പുറത്തല്ല. മനസ്സിലാവും? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, എന്താണ്, ലിമിറ്റഡ് ഓട്ടോണമി ഉണ്ട്. എന്താണ് ലിമിറ്റഡ് ഓട്ടോണമിയാണ്, അവർ ഓട്ടോണമസ് ആയിട്ട് കംപ്ലീറ്റ്ലി പോയി എന്നല്ല അർത്ഥം, ലിമിറ്റഡ് ലെവൽ ഓഫ് ഓട്ടോണമിയാണ് അവർക്കുള്ളത്, അല്ലാണ്ട് എന്താണ് എക്സിക്യൂട്ടീവിൻ്റെ പുറത്തല്ല. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ അധികാര പരിധിക്ക് പുറത്തല്ല ഇവർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗവർണർക്ക്, ആർക്കാണ്, ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവർണർക്ക് ഈ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാം, റീഓർഗനൈസ് ചെയ്യാം. അതായത് എന്താ ഓർഗനൈസേഷൻ റീഓർഗനൈസേഷൻ പറഞ്ഞ്, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കൂട്ടുകാരെന്താണ്, ഉദാഹരണത്തിന് ഏതാ സ്ഥലം എടുക്കേണ്ടത് നമുക്ക്, ഇപ്പോൾ ഇവിടെ മാര ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ട്, ഇതാണ് ഈ ഏരിയ. മനസ്സിലാവുണ്ടോ? ഈ ഏരിയ ഉണ്ട് വിചാരിക്കൂ. നാളെ ഗവർണർക്ക് തോന്നുകയാണ് ഇത്ര ഏരിയ വേണ്ട, ഇത്ര ഏരിയ മതിയെന്ന് തോന്നിയാൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, അത്രയേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കാം. അല്ല, ഈ ഏരിയ കൂട്ടണമെന്ന് തോന്നിയാൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പോൾ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏരിയയെ ഓർഗനൈസ് ചെയ്യുന്നതും റീഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരത്തെ ഒരു ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ ഡിസ്ട്രിക്ട് കൗൺസിൽ ആകെ 30 പേരുണ്ടാകും. ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ 30 പേരുണ്ടാകും. ഇതിൽ 4 പേരെ ഗവർണർ ശുപാർശ ചെയ്യും, 4 പേരെ ഗവർണർ ശുപാർശ ചെയ്യും. ബാക്കി 26 പേര് എങ്ങനെയാണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ലാണ് അവർ വരുന്നത്. എന്താണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ അവിടുത്തെ ആളുകൾ, തിരഞ്ഞെടുത്ത ആളുകളായിരിക്കും ആര്, ബാക്കി 26 പേര്. ഇങ്ങനെ 26ഉം 4ഉം ചേർന്നിട്ടാണ് 30 പേരുള്ള ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി കൂട്ടുകാർക്കൊരു സംശയം ഉണ്ടാകും, അപ്പോൾ ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന് വെളിയിലൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിന് സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാം. എന്തിലൊക്കെ നിയമം ഉണ്ടാക്കാം, ലാൻഡിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയോ ഇവർ ഫോറസ്റ്റ് ഏരിയകളിലാണ് താമസിക്കുന്നത്, നമുക്കറിയാം. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടങ്ങളിൽ ഇറിഗേഷനൊക്കെ കനാൽ വാട്ടർ വഴിക്കായിരിക്കും അല്ലേ, കനാൽ വാട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ അവരുടെ ഗ്രാമങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലേ, ഈ വില്ലേജ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ദ പ്രോപ്പർട്ടി, അവരുടെ സ്വത്തും മറ്റും കൈമാറുന്നത് പുറത്തുള്ള സാധാരണ ഇടങ്ങളിൽ പോലെ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാകും ചിലപ്പോൾ. അതുപോലെ തന്നെ വിവാഹം, മാരേജ് ആൻഡ് ഡിവോഴ്സ്, വിവാഹമോചനം, അവർക്ക് ട്രൈബലായിട്ടുള്ള പല രീതികളുണ്ടാകും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ത് ചെയ്യും, നിയമനിർമ്മാണം നടത്തും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പക്ഷേ എന്താ പ്രത്യേകത, ഈ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ആരംഗീകരിക്കണം, ഗവർണർ കൂടി അംഗീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വെളിയിലല്ല ഇവർക്ക് ഈ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് കൃത്യമാണ് എന്ന് ഗവർണറെ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? കാര്യം എന്തുകൊണ്ടാണ് എന്ന കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിന് താഴെ ഇവർ എന്തും സൃഷ്ടിക്കാറുണ്ട്, വില്ലേജ് ലെവൽ കൗൺസിലുകളും ഉണ്ടാക്കാറുണ്ട്. ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് നമ്മൾ പറഞ്ഞു, റീജിയണൽ കൗൺസിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വില്ലേജ് കൗൺസിലുകൾ അവരുണ്ടാക്കാറുണ്ട്. വില്ലേജ് ലെവൽ കോർട്ടുകൾ അവർ സൃഷ്ടിക്കാറുണ്ട്. ഈ കോർട്ടുകളിലൊക്കെ എന്ത് ചെയ്യും, വിവിധങ്ങളായിട്ടുള്ള ട്രൈബുകളില്ലേ കൂട്ടുകാരെ, മറ്റ് ട്രൈബുകളില്ലേ, ഈ ട്രൈബ്സുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് അത് പരിഗണിക്കും. അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് ഇത്തരം ട്രൈബുകളുടെ ഇത്തരം കോർട്ടുകളിൽ എത്രത്തോളം ഇടപെടാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതും ആരാണ്, ഗവർണറാണ്. അപ്പോൾ ഇൻ ഷോർട്ട് ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുടെ 6th ഷെഡ്യൂളിൽ പറയുന്ന ഏരിയകളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇൻ ജനറൽ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്, ഗവർണറാണ് എന്ന കാര്യം കൂട്ടുകാരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യം, ഇവരുടെ ഓട്ടോണോമസ് ഈ ഡിസ്ട്രിക്റ്റുകളിലെ ഈ കാണിച്ചിട്ടുള്ള ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കൂട്ടുകാർക്ക്, പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ. നമുക്കറിയാം പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ ത്രൂ ഔട്ട് അപ്ലിക്കബിൾ ആണ് അല്ലേ, ഒരു സംസ്ഥാനമോ ഒരു റീജിയനോ മാത്രം അതിന് വെളിയിലല്ല. പക്ഷേ ഈ ഓട്ടോണോമസ് ഏരിയകളില്ലേ, ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഏരിയ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളുണ്ടല്ലോ, ഈ ഇടങ്ങളിലേക്ക് പാർലമെൻറ്റും അതുപോലെ തന്നെ ആ ഭാഗം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റും ഉണ്ടാകും അല്ലേ. ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന നിയമങ്ങൾ നാച്ചുറലായിട്ട്, ഇപ്പോൾ പാർലമെൻറ്റിലൊരു നിയമം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കേരള നിയമസഭ ഒരു നിയമം ഉണ്ടാക്കിയാൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് നാച്ചുറലി അപ്ലിക്കബിളാണ്, ആരും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നാച്ചുറലി ഇത്തരം ഓട്ടോണോമസ് ആയിട്ടുള്ള റീജിയനുകളിലേക്ക് അപ്ലിക്കബിൾ ആവില്ല.
ഇതിലെന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചുകളോടുകൂടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രത്യേകം എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ആവശ്യമായ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് അപ്ലിക്കബിൾ ആക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പറഞ്ഞ കാര്യം കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അപ്പോൾ എന്താണ് 6th ഷെഡ്യൂൾ എന്നും 6th ഷെഡ്യൂളിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും ആ 6th ഷെഡ്യൂളിലൂടെ ഡിസ്ട്രിക്ട് കൗൺസിലുകളും റീജിയണൽ കൗൺസിലുകളും ഉണ്ടാക്കുന്ന കാര്യമൊക്കെ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഫൈൻ. ഇനി നമുക്ക് എവിടേക്ക് പോകാം? ഇനി എവിടെയുണ്ട് ഈ ഭാഗങ്ങൾ നോക്കുക. ബോഡോലാൻഡ്, ഗാരോ, ഖാസി, ജെയിനിഷ ഹില്ലുകൾ, അതുപോലെ തന്നെ ഏതാണ് ഇവിടെ ഒരു കാർബി ആംഗ്ലോങ് വരുന്നുണ്ട്, ഡീമ ഹസാവോ വരുന്നുണ്ട്. ഇത് ഡീമ ഹസാവോ, ഇത് കാർബി ആംഗ്ലോങ്. കാർബി ആംഗ്ലോങ്ങും ഡീമ ഹസാവോ ഒക്കെ എവിടെയാണ്? കാർബി ആംഗ്ലോങ്, ഡീമ ഹസാവോ, ബോഡോലാൻഡ് ഇതൊക്കെ എവിടത്തെയാ? ഇതൊക്കെ ആസാമിലേതാണ്. ഗാരോ ഹിൽസ്, ഖാസി ഹിൽസ്, ജെയിനിഷ ഹിൽസ് എവിടത്തെയാണ്? മേഘാലയയിലെയാണ്. ത്രിപുരയത്തെ എന്താ പറയുക, ട്രൈബൽ കൗൺസിലുകളുണ്ട്, അതെവിടത്തെയാണ്? ത്രിപുരയിലെയാണ്. മിസോറാമിൽ ആരൊക്കെയുള്ളത്? ചക്മ, ലായ്, മാര എന്നീ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളാണുള്ളത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ഈ ഓരോ ഇടങ്ങളിലെയും പേരുകൾ ഏതൊക്കെയാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ടും കൂടിയിട്ടൊന്ന് ശ്രമിക്കുക. ഇനി നമ്മൾ ജനറലായിട്ട് സിറ്റിസൺഷിപ്പിനെ കുറിച്ചൊന്ന് പറയുകയാണ്. എന്താണ് സിറ്റിസൺഷിപ്പ്? യൂണിയൻ ലിസ്റ്റിലാണ് സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുന്നത്, ചാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ആരാണ് സിറ്റിസൺഷിപ്പുമായിട്ടുള്ള പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആരാ തീരുമാനിക്കുന്നത്? പാർലമെൻറ്റാണ് അതിൽ നിയമനിർമ്മാണം നടത്തുക. നമ്മളുടെ സംസ്ഥാനങ്ങൾക്ക് അതിൽ എന്തില്ല, ഒരു സേ ഇല്ല എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് എന്തുള്ളത്, നമ്മളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, 5 മുതൽ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളിൽ ഓരോരോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി ഇവിടെയുള്ള ആളുകളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച്, പാകിസ്ഥാനിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ആളുകളെക്കുറിച്ച്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകളെക്കുറിച്ച്, വരാൻ പോകുന്ന ആളുകൾ, അങ്ങനെ ഓരോരോ ചില കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞു? അവസാനത്തെ ആർട്ടിക്കിൾ 11 എന്ത് പറഞ്ഞു അറിയോ? പാർലമെൻറ്റ് ഹാസ് ദ അതോറിറ്റി ടു ലെജിസ്ലേറ്റ് എന്ന് പറഞ്ഞു. അതായത് സിറ്റിസൺഷിപ്പ് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക, എങ്ങനെയൊക്കെയാണ് ഒരാളുടെ സിറ്റിസൺഷിപ്പ് പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ പറയാമെന്ന് പറഞ്ഞു? പാർലമെൻറ്റിന് ഒരു നിയമം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് നിലവിലുള്ള സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ബഹുഭൂരിപക്ഷം കാര്യവും എന്താണ്, ഈ പാർലമെൻറ്റ് കൊടുത്ത അധികാരത്തിൻ്റെ പുറത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള അധികാരത്തിൻ്റെ പുറത്ത് പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ നിയമത്തിൻ്റെ പേരാണ് സിറ്റിസൺഷിപ്പ് ആക്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? മനസ്സിലായാലും കൃത്യമായിട്ട് എന്താണെന്നുള്ളത്. ഇതിലാണ് ദ മെത്തേഡ്സ് ഓഫ് അക്വയറിങ് ആൻഡ് ലോസിങ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുക എന്നുള്ളതും നഷ്ടപ്പെടുക എന്നുള്ളതും നമുക്ക് ഈ സിറ്റിസൺഷിപ്പ് ആക്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ആക്ടാണ് എന്ത് ചെയ്തത്, ഈ അടുത്തായിട്ട് അമെൻഡ് ചെയ്തത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി സിറ്റിസൺഷിപ്പ് ഏതെല്ലാം രീതിയിൽ നമുക്ക് ലഭ്യമാകുമെന്നും നഷ്ടമാകുമെന്നും കൂട്ടുകാർ മനസ്സിലാക്കണം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതെന്തിനെക്കുറിച്ചൊക്കെയാണെന്ന് നോക്കൂ. 5 എന്താണ്? സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളുടെ എന്താണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച്. റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺസ് ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് 6 പറയുന്നു. റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ, അതായത് ചില ആളുകൾ എന്ത് ചെയ്തു, പാകിസ്ഥാനിലേക്ക് പോയി, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്, അവരുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് 7 പറയുന്നത്. റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുണ്ടെങ്കിലും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുറത്തായിരിക്കും താമസിക്കുന്നുണ്ടാവുക, അവരുടെ കാര്യങ്ങൾ 8 പറയുന്നു. 9 എന്ത് പറയുന്നുണ്ട്? പേഴ്സൺസ് വോളണ്ടറിലി അക്വയറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ടു ബി സിറ്റിസൺസ്. എന്താ പറയുന്നത്? ഒരാൾ മനഃപൂർവ്വമായി സ്വന്തമായിട്ട് ഈ 9 ശ്രദ്ധിക്കണം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുകയാണ്, മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഒരാൾ എന്ത് ചെയ്യുകയാണ്, എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ നാച്ചുറലി ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ ആയിട്ട് മാറുന്നു. 10 എന്താണ്? കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ പറ്റുന്നത്. അവസാനം നമ്മൾ എന്താണ് 11 നമ്മൾ കണ്ടിരുന്നു, എന്താണ്, പാർലമെൻറ്റിന് എന്ത് ചെയ്യുകയാണ്, അധികാരം കൊടുക്കുകയാണ് ടു റെഗുലേറ്റ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. ഒരു ലോയിലൂടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനിക്കാനായിട്ട് ആരോട് പറയുകയാണ്, പാർലമെൻറ്റിനോട് പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനി അക്വയറിങ് ഓഫ് സിറ്റിസൺഷിപ്പ്,
നമ്മുടെ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ആളുകൾക്ക് എങ്ങനെയെല്ലാം ലഭിക്കുന്നു എന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ? ഒന്ന് ബൈ ബർത്താണ്. ഇതിന് ഓരോന്നിൻ്റെ ഉള്ളിലും കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ആ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ബൈ ബർത്ത്, ജനനം കൊണ്ട് എന്താണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരാൾക്ക് ഇന്ത്യക്കാരനാകാം. ഇതിൽ പല പല മാറ്റങ്ങളും ഓരോരോ പല പല വർഷങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം അച്ഛൻ മാത്രമെന്ന് മതിയായിരുന്നു. പിന്നെ പാരൻസിൻ്റെ രീതി മാറി, ബോത്ത് പാരൻസ് എന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ പല പല മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ബൈ ബർത്ത് വരുന്നു. പിന്നെ ബൈ ഡിസെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ബൈ ഡിസെൻറ്റിലും ഇതുപോലെ പല ഡേറ്റുകളുടെ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ത്രൂ രജിസ്ട്രേഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആളുകൾ എന്തായിരിക്കും വിവാഹവും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും? വരുന്ന ആളുകളുണ്ടാവും. അതിൽ പലരും രജിസ്ട്രേഷനിലൂടെ വരണം. പിന്നെ ഇവിടെ കുറേ കാലമായി താമസിക്കുന്ന ആ രീതിയിലുള്ള പല ആളുകളുടെ നാച്ചുറലൈസേഷനിലൂടെ അവർക്ക് എന്താകാം? സിറ്റിസൺഷിപ്പിലേക്ക് വരാം. പിന്നെന്താണ്? ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. നിങ്ങൾക്കറിയാം സിക്കിം ഉണ്ടായിരുന്നു അല്ലേ? സിക്കിം പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. പിന്നെ സിക്കിമിലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ആദ്യം പ്രൊട്ടക്ടറേറ്റ് ആയിട്ടും പിന്നീട് സിക്കിം ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ് ആയിട്ടും ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സിക്കിമിലെ ആളുകൾക്ക് എന്തായി മാറി? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, ഒരു പുതിയ ടെറിട്ടറി നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. പിന്നെ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ എൻക്ലേവുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൈമാറിയിരുന്നു. അതോടുകൂടി എന്തായി? ആ പുതിയ ഏരിയകളിലെ ആളുകൾ മുഴുവൻ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ ഇൻകോർപ്പറേഷൻ ഓഫ് ദ ടെറിട്ടറിയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സിറ്റിസൺസ് ആയിട്ട് മാറുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത്? ഒന്ന് റെനൻസിയേഷനാണ്. ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരാൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് എഴുതാം, നോക്കൂ ഞാൻ വേറൊരു സിറ്റിസണായി മാറാൻ പോവുകയാണ്, സോ ഞാൻ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുന്നു? റെനൻസി, ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുകയാണ്. ഇതിനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായി? സിറ്റിസൺ അല്ലാത്ത രീതിയിൽ കണക്കാക്കും. ഇനി ഇദ്ദേഹത്തിന് ഏതെങ്കിലും മൈനറായിട്ടുള്ളൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെയും സിറ്റിസൺഷിപ്പ് അതോട് കൂടിയിട്ട് ഇല്ലാതായിട്ട് കണക്കാക്കും. പിന്നീട് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? തിരിച്ച് വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആകാനായിട്ട് സാധിക്കും. ടെർമിനേഷൻ ഉണ്ട്. ടെർമിനേഷൻ എന്താണ്? ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്യും? ഒരാൾ മറ്റൊരു സിറ്റിസൺഷിപ്പ് മനഃപൂർവ്വം, അതായത് ഒരാളുടെയും പ്രഷർ ഇല്ലാണ്ട് ഒരാൾ മറ്റൊരു സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആളുടെ എന്ത് ചെയ്യും? സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഡിപ്രൈവേഷൻ ഉണ്ട്. ഡിപ്രൈവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതികളുണ്ട്. നമ്മുടെ ശത്രു രാജ്യവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധം വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷനോട് നീതി പുലർത്താതിരിക്കുക, ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സിറ്റിസൺഷിപ്പിൽ നിന്ന് അയാൾ ഡിപ്രൈവ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രൈവേഷൻ എന്നീ രീതികളിലാണ് ഒരാളുടെ എന്ത് നഷ്ടപ്പെടുന്നത്? സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് ഞാൻ കൂട്ടുകാരോടൊന്ന് പറയാമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. അതായത് CAA ബന്ധപ്പെട്ടിട്ട് പല വിധത്തിലുള്ള വിവാദങ്ങളുണ്ട്. നമ്മളതിൻ്റെ എന്തിലേക്ക് പോകുന്നില്ല? രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഇതിൽ എന്ത് പറയുന്നുണ്ട്? ഇവർ പറയുന്നുണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ നമുക്കറിയാം, ട്രൈബൽ ഏരിയകൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് ഇതിൽ ഓപ്പോസിങ് സൈഡുമുണ്ട്, സപ്പോർട്ടിങ് സൈഡുകളുണ്ട്. ഞാൻ ജനറലായിട്ട് കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഈ ഒരു CAA വരുന്ന സമയത്ത് ഡയറക്റ്റ്ലി എന്ത് സംഭവിക്കുന്നില്ല? ആരുടെയെങ്കിലും ഒരാളുടെ സിറ്റിസൺഷിപ്പ് ഇവിടെ, അതായത് പ്രധാനമായിട്ടും മുസ്ലിം റിലീജിയനാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. മുസ്ലിം റിലീജിയനിൽ ഒരാളുടെ എന്ത് ചെയ്യുന്നില്ല? പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആളുകൾ ഒരു ചോദ്യചിഹ്നമായിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയുന്നത് നാഷണൽ രജിസ്ട്രി ഫോർ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു NRC എന്ന് പറയുന്ന ഒരു പരിപാടി എന്ത് ചെയ്തിട്ടുണ്ട്? പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസാം അക്കോഡൊക്കെ പറഞ്ഞില്ലേ? ആ ആസാം അക്കോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആസാമിൽ ഉള്ള അവിടുത്തെ ആളുകളുടെ മൊത്തത്തിലുള്ളൊരു രജിസ്ട്രി, അവരുടെ ആളുകളുടെ കണക്കെടുക്കാനുള്ള രീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആസാമിൽ ഒരു NRC സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെയധികം പ്രശ്നമായിരുന്നു. ഏതാണ്ട് 19 ലക്ഷം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ മതിയായ രേഖകളില്ലാത്ത ആൾക്കാരായിട്ട് മാറിയത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? 19 ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്തു? അവിടുത്തെ ഒരു MLAക്ക് രേഖയുണ്ടായിരുന്നില്ല അവിടുത്തെ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ NRC നടന്നുകൊടുത്ത് NRCയുടെ പരിപാടികൾ എന്ത് ചെയ്തു? ഗവൺമെൻറ് തൽക്കാലത്ത് എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന തലത്തിലേക്ക് എത്തി. പിന്നെ ഇവിടെ ഒരു ആരോപണം പറയുന്നത്, ഇപ്പോൾ CAA പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്നും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? ഇവിടേക്ക് ആരായിട്ട് വരാം? അഭയാർത്ഥികളായിട്ട് വരാം. 2014 ഡിസംബർ 31 മുമ്പ് വന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അവർക്ക് 6 വർഷത്തെ താമസത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ആരായിട്ട് മാറാം? ഇവിടുത്തെ സിറ്റിസൺസായിട്ട് മാറാം. പക്ഷേ ഇതിൽ മുസ്ലിം എന്ന് പറയുന്ന പേരില്ല. അതുകൊണ്ട് തന്നെ ഈ 19 ലക്ഷത്തിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അവസരം കിട്ടും? ഈ രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടുമെന്നും മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ മാത്രം അപ്പോൾ എന്തായിട്ട് മാറും? സിറ്റിസൺസ് അല്ലാണ്ടായിട്ട് മാറും എന്നുള്ള പറയുന്നൊരു പേടിയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തിരിച്ചും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരുപാട് വാദങ്ങൾ നടക്കുകയാണ്.
സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കേസ് ഉടനെ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്, ഞാൻ ചില ആർട്ടിക്കിളുകളും ഇതുമായി വന്ന ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ആർട്ടിക്കിൾ 15 എന്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ 15 കാര്യം വരുന്ന സമയത്ത് ഇതിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് 15 പ്രത്യേകം ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? സിറ്റിസൺസ് എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കരുത് എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 15. നമ്മളിവിടെ ഇന്ത്യയിലെ പൗരന്മാരെക്കുറിച്ചേ അല്ല സംസാരിക്കുന്നത്, മറ്റ് 3 രാജ്യങ്ങളിൽ നിന്ന് എന്താ പറയുക, റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ട ആളുകളെക്കുറിച്ചാണ്, നമ്മുടെ നാട്ടുകാരെക്കുറിച്ചേ അല്ല പറയുന്നത്. ഇന്ത്യൻ മുസ്ലിംസിനെ കുറിച്ച് ഇവിടെ പറയുന്നേ ഇല്ല. അതുകൊണ്ട് സിറ്റിസൻസിനെ, ഇന്ത്യയിലെ ജനങ്ങളെ എന്ത് ചെയ്യരുത്, പൗരന്മാരെ എന്ത് ചെയ്യരുത്, മതത്തിൻ്റെ പേരിൽ എന്താണ് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിംസിനെ ഇത് ബാധിക്കുന്ന കാര്യമല്ല, പകരം എന്താണ്, പുറത്തു നിന്ന് വരുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഈ നിയമത്തിൽ സംസാരിക്കുന്നത് എന്നാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതിന് എതിരായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ നടക്കുന്നുണ്ട്, പ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്, കോടതി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ അഭയം കൊടുക്കുക എന്നൊരാശയമാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ മുസ്ലിംസിൻ്റെ ഉള്ളിൽ തന്നെ അഹമ്മദിയാസ് എന്ന് പറയുന്ന ഒരു സെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അഹമ്മദിയ സെക്റ്റിനെ അവിടുത്തെ എന്താ പറയുക, ഭൂരിപക്ഷം വരുന്ന എന്താ പറയുക മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ എന്താണ്, പ്രോപ്പർ മുസ്ലിംസ് ആയിട്ടല്ല കണക്കാക്കുന്നത്. ഈ അഹമ്മദിയാസിന് എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർസിക്യൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ഇവിടേക്ക് വരാനുള്ള അവകാശം അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ടേ എന്ന് എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടർ ചോദിക്കുന്നു. അതിനെതിരായിട്ട് ഗവൺമെൻറ് എന്ത് പറയുകയാണ്, അഹമ്മദിയാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റി അല്ല, അവർ മുസ്ലിംസിൻ്റെ ഭാഗമാണ് എന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ചു പറയുന്നു. അപ്പോൾ എഗെയിൻ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രം പറയുന്നത്? പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അഫ്ഗാനിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രീലങ്കയിലെ തമിഴ് എന്താ പറയുക വംശജർക്ക് എന്താണ് ഇതുപോലെ അഭയാർത്ഥി സ്ഥാനം കൊടുക്കേണ്ടേ? ടിബറ്റിൽ നിന്ന് ഓടി വന്ന ആളുകളില്ലേ, മ്യാൻമാറിൽ നിന്നും വരുന്ന ആളുകളില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കൾച്ചറലായിട്ട് കണക്ഷൻ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായ തലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്താണ്, അതിന് മറ്റ് പല തലങ്ങളിലേക്കും അത് പോകുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡേറ്റുകൾ ശ്രദ്ധിക്കുക, രാജ്യങ്ങൾ ശ്രദ്ധിക്കുക, ഏതെല്ലാം ആളുകൾക്ക് എൻട്രി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, 6th ഷെഡ്യൂൾ എന്താണെന്ന് ശ്രദ്ധിക്കുക, ഇന്നർ ലൈൻ പെർമിറ്റ് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഏതാണ്ട് നമ്മൾ ന്യൂസുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് പുറമേയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗങ്ങളും പ്രത്യേകം മാപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇത്രയധികം ചർച്ചയിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ എന്തായിട്ട് വരാൻ സാധ്യതയുണ്ട്, ചോദ്യങ്ങളായിട്ട് വരാൻ ഇവയെല്ലാം സാധ്യതയുണ്ട്. സോ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളും ബാക്കി കാര്യങ്ങളും കൃത്യമായിട്ട് ദൂരീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ.